വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളത് ചെന്ന് നോക്കണം. മഹാത്മാഗാന്ധി ആരായിരുന്നു എന്ന്. മഹാത്മാഗാന്ധിയുടെ മണ്ണിൽ നമ്മൾ വരുന്നു എന്നാണ് അവർ കാണുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ പോകാനിടയായി. ഞാനും ഭാര്യയും കൂടെ കേപ്പ് ടൗണിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അങ്ങോട്ട് ഇറക്കി വിടാൻ. അപ്പോൾ അതിന് മുമ്പ് ആ ഇമിഗ്രേഷനിലേക്ക് നമ്മൾ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു സായിപ്പ് അയാളുടെ അണ്ടർവെയർ ജട്ടി ഒഴിച്ച് ബാക്കി മുഴുവനായിട്ട് ഊരിക്കൊണ്ട് നിൽക്കുകയാണ്, ചെരുപ്പും എല്ലാം. അവർ നല്ല കർമ്മന്മാരാണെന്ന് പരിശോധിക്കുന്നത് കേട്ടോ. അയാളുടെ ദേഹത്തൊക്കെ പിടിച്ച് ഞെക്കി നോക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇത് വലിയ ബത്തപ്പാട്. ഞാൻ സൂട്ടിട്ടേക്കാണ്, ബത്തപ്പാടായല്ലോ, എങ്ങനെ പോവും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ യു ആർ ഫ്രം ഇന്ത്യ, ഫ്രം ഗാന്ധിജീസ് നേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പരിശോധനയും ഞങ്ങൾക്കില്ല ഇന്ത്യക്കാർക്ക്. ഈ സായിപ്പന്മാരെ അവർ ഇതുപോലെ ചെയ്യും. എന്നിട്ട് ചിരിക്കുന്നവർ എന്നെ നോക്കിയ കാരണം എന്തെന്നറിയോ? ഈ സായിപ്പന്മാർ ബ്രിട്ടീഷുകാർ അവരെ ഇട്ട് ചവിട്ടി തേച്ചത് അവർ മറക്കുന്നില്ല. അതാണ് കാര്യം. നെൽസൺ മണ്ടേലെ ജയിലിൽ എത്ര വർഷങ്ങൾ കിടത്തിയത് അവർ മറക്കുന്നില്ല. അവർക്കത് വലിയ ദീപ്തമായ ഓർമ്മകളാണ് അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. അത് തിരിച്ചറിയുന്നു. അവർ തിരിച്ചറിഞ്ഞിട്ട് അവർ പ്രതികരിക്കുന്നു. അതാണ്. അപ്പോൾ ഇന്ത്യയുടെ യശസ്സൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവിടെ ആയാലും ഗാന്ധിജീസ് നേഷൻ എന്നാണ് അവർ പറഞ്ഞത്. അവിടുന്ന് വരുന്ന ആളുകളായതുകൊണ്ട് ആ റെസ്പെക്റ്റാണ് ഞങ്ങൾക്ക് തരുന്നത്. അല്ലാതെ ഇപ്പോൾ കമാൽ പാഷ എന്ന് പറയുന്ന ആളിനെ അവിടെ ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ ഇവർക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണെന്ന് അറിയാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് അവർക്കറിയാം. പക്ഷേ ഈ സ്ത്രീക്ക് അറിയില്ല. ഇതാണ് പ്രശ്നം. ഇങ്ങനെ ആകരുത് നമ്മുടെ നാട്. ഗാന്ധിജി ഒന്നും മറക്കരുത്. ഗോഡ്സെയെ പുകഴ്ത്താനും പോകരുത്. അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ പണ്ട് NV കൃഷ്ണൻ വാര്യർ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത്രയേ ഉള്ളൂ. മഹാത്മാഗാന്ധി തെരുവിൻ്റെ ഓരത്ത് റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്നു റേഷൻ വാങ്ങാൻ. അപ്പോൾ മുന്തിയ കാറിനകത്ത് ഗോഡ്സെ അതിലൂടെ കടന്നു പോകുന്നു. ഇതാണ് പറഞ്ഞത്. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ വാചകങ്ങൾക്ക്. അതായിരിക്കരുത് നമ്മുടെ കാഴ്ചപ്പാട്. അങ്ങനെ ആകരുത്. ഒരു ഇന്ത്യക്കാരനെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ അംഗീകരിക്കാൻ പഠിക്കണം ആദ്യം. അതുപോലും അറിയാത്ത ആളുകൾ കലാലയങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു രീതിയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും കാണുമ്പോൾ ഇന്ത്യ സെക്യുലറിസ്റ്റ് കൺട്രി, അതായത് ലോകത്തെ ഏറ്റവും വലിയ മതേതര രാജ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യ, അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഇന്ത്യ, ഇന്നിപ്പോൾ അങ്ങനെ അറിയപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ ഇവിടുന്ന് ഇങ്ങനെ ഈ രീതിയിലേക്ക് അത് മതരാഷ്ട്രമായിട്ട് അധപ്പതിക്കുന്നതിൻ്റെ, അതിലേക്ക് കാല് മാറുന്നതിൻ്റെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അത് ഒരിക്കലും നമ്മുടെ ഈ രാജ്യത്തിന് ഭൂഷണമല്ല, നമ്മുടെ ഭരണഘടനയ്ക്ക് ഭൂഷണമല്ല, ഒന്നുമല്ല. ഈ രീതിയിലേക്ക് പോകും. അങ്ങനെ ആകരുത് ഭാരതം, ഇന്ത്യ അങ്ങനെ ആകരുത്.